ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് വിട്ട് മണാലിയിലേക്ക് പോവാണ്. ഡൽഹി വഴി മണാലി. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. എല്ലാവരും കാണിച്ചു കൊടുക്കുക. ഇതാ നമുക്ക് സോ ദിസ് ഈസ് അവർ ലഗേജ്. നമ്മൾ നേന്ത്രപ്പയെല്ലാം പോകുന്നത്. നേന്ത്രപ്പയ. സോ ലെറ്റ്സ് ഗോ, കം ഓൺ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിന്ന് കോളേജ് യാത്രയാണ് പോകാൻ പോകുന്നത്. കുറേ നാൾ വ്ളോഗ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ നമ്മൾ എല്ലാം ശരിയാക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ആൻഡ് എൻജോയ്. നോക്കണ്ട, ഓരോരുത്തന്മാരിങ്ങനെ പോകുന്നതാണ്. എന്താ ചെയ്യുക, ക്യാമറ പേടിയുള്ള ആൾ. വേറൊരുത്തന്നെ കാണിച്ചു കൊടുക്കടാ. പിന്നെ ഇത്രയും സമയം നമ്മളെ ക്യാമറയിൽ ഹെൽപ്പ് ചെയ്ത ശ്രീനാഥ്. നമ്മുടെ ഇന്നത്തെ യാത്രയെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് നല്ല അഭിപ്രായം. എന്താ ഫുഡൊക്കെ ഉണ്ടോ? ഫുഡിൻ്റെ എല്ലാ സ്റ്റോക്കാണ്. സോ നമ്മുടെ അബ്ദുള്ളുണ്ട്, അശ്വിനുണ്ട്. അശ്വിൻ എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. അബ്ദുൾ, നമ്മുടെ ഈ യാത്ര മണാലി പോയിട്ട് എന്ത് ചെയ്യാം? മണ്ണ് കളിക്കും. മണാലി പോയിട്ടാ? മണാലിയിൽ മണ്ണിൽ ഐസേ ഉള്ളൂ. മഞ്ഞ് കളിക്കൂടെ. മഞ്ഞിൽ കിടന്ന് കളിക്കും. നമ്മൾ ട്രെയിനിൽ കയറി ആകെ മൊത്തത്തിൽ ചാമ്പി. മൊത്തം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വല്ലാത്ത ഫ്ലോപ്പായി പോയി. സോ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ട്. അടുത്ത ആൾ ഇവിടെ ഉണ്ട് ഗായ്സ്. അങ്ങനെ ഇത്രയും സമയം നമ്മൾ ട്രെയിനിൽ വളരെയധികം സങ്കടത്തോടെയും വിഷമത്തോടെയും ആയിരുന്നു ഇരുന്നത്. അങ്ങനെയാണ് നമുക്ക് ട്രെയിനിൻ്റെ ഇടയ്ക്ക് 2 സുഹൃത്തുക്കളെ കിട്ടിയത്. ഷിബിൻ. സ്ഥലം പറയും. തിരുവനന്തപുരം. ആദി. സത്യം പറയാലോ, നമ്മളെ സ്ഥലം കാണിച്ചു കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോസ്റ്റായി പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഇവരെ കണ്ടത്. ഇപ്പോൾ ഏകദേശം 1.25 മണിക്കൂറോളം ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ശ്രീനാഥ് പോയി ഫുഡെല്ലാം കഴിച്ചു. ശ്രീനാഥ് എന്താ കഴിച്ചാൽ? ചപ്പാത്തിയോ പൊറോട്ട. അല്ല, ചപ്പാത്തിയും പൊറോട്ട ചിക്കൻ. ശനി. സോ നമുക്കിങ്ങനെ ഫുഡ് കഴിക്കാം. ഉമ്മ നല്ല എന്തെല്ലോ കൊടുത്തയച്ചിരുന്നു. ഫുഡ് വേണോ? സോ നല്ല ചപ്പാത്തി. So mummy special, I think this is chicken fry. നല്ല ചിക്കൻ ഫ്രൈ. നല്ല സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, ഉമ്മാൻ്റെ സ്പെഷ്യൽ സാധനം. സോ ചപ്പാത്തി അടിയിലുണ്ട്. എനിക്ക് ഇത് തിന്നാൻ പറ്റുമോ? മൊത്തം ഫ്ലോപ്പാ ഗായ്സ്. അങ്ങനെ സമയം 8:45. ഞങ്ങളിപ്പോൾ മുംബൈയിലെത്തി. നല്ല തണുപ്പുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുമോ. ഇനി പല്ല് തേക്കണം, ബാഗിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് അടിക്കണം, എന്നിട്ട് എങ്ങനെയൊക്കെയോ സമയം കളയണം. അതാണ് ഇപ്പോഴത്തെ പ്ലാനിങ്. സോ നമ്മളിങ്ങനെ മുംബൈയിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചാൽ പറയാം. തിന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡും ഇല്ല, ഒന്നുമില്ല. നല്ല നേന്ത്രപ്പഴം പൊട്ടിച്ചോള, അടിച്ചോള. ശരിക്കും ഇനിയും നാളെ രാവിലെ 6 മണി വരെ ഈ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കണം. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല. സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയല്ലേ യാത്ര പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ എന്താ പറയില്ല, വീട്ടുകാരെ വല്ലാണ്ട് മിസ് ചെയ്ത്. വൈബില്ല എന്നല്ല, പക്ഷേ ഒന്നാമത് നമുക്ക് രണ്ടിനൊന്നും മര്യാദയ്ക്ക് പോകാൻ കഴിയൂല. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബാഗിലിട്ടിട്ട് കുറേ ഫുഡ് കൊണ്ടുവന്നിട്ട് പാക്കറ്റ് ഐറ്റംസ്, മുട്ടായി, കേക്ക്, ഇങ്ങനത്തെ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ്, അതിൽ സത്യം പറഞ്ഞാൽ ഭാഗ്യം. ഇതൊന്നും ഇല്ലാണ്ട് അതിലൊരു ചെറിയൊരു ഉണ്ട്, എന്നാലും സാധനമല്ല. ഇതൊക്കെ ഒരു വൈബല്ല. ലൈഫിലെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ട, അതുകൊണ്ട് വല്ല സീനൊന്നുമില്ല. സമീപം 2:30 മണി. നല്ല ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ. ഫാനിന്റെ നടുവിൽ 2 മണ്ടുകളുണ്ട്. താഴെ നമ്മളെ ദേവികുണ്ട്, മേലെ ജബയുണ്ട്. ജബയുടെ സ്പെഷ്യൽ, ജബാന്റെ മമ്മി സ്പെഷ്യൽ ഫുഡാണ്. സമയം ഇപ്പോൾ ഏകദേശം 5:30 മണിയായി. ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗുജറാത്തിൽ എവിടെയാണ് ഉള്ളത്. ഗുജറാത്ത് കഴിഞ്ഞിട്ടില്ല. ഗുജറാത്ത് ഇനി മധ്യപ്രദേശ് അങ്ങനെ എന്തോ ആണ്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സ്ഥലത്തിനെ പറ്റി ഇതൊന്നും അറിയില്ല.
ആൻഡ് ഓൾസോ ഇപ്പം ഇവിടെ കൂടുതലും തമ്പാക്ക് പാൻപരാഗ് ഇതെല്ലാം വിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തോ ഒരിത്. പിന്നെ ഫുള്ള് ഹിന്ദിക്കാരൊക്കെ കയറിയപ്പോൾ ഫുള്ള് തമ്പാക്കിൻ്റെയും പാൻപരാഗിൻ്റെ ഒക്കെ സ്മെല്ലടിച്ചിട്ട് എന്തൊക്കെയോ ഇതാ. നമ്മളെ ശ്രീനാഥ് ആണെങ്കിൽ ഫുള്ള് ഉറക്കം ഫോണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഞാൻ തന്നെ ഇപ്പൊ 2-3 ഫിലിമും കണ്ട് ഇങ്ങനെ ഇരിക്കല. റൊട്ടി, ബിസ്ക്കറ്റ്, കേക്ക് ഇതൊക്കെ കഴിക്കുക, ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ എണീക്കുക, എവിടെയെങ്കിലും ഫോണിൽ ചാർജ് കുത്തുക, കുറച്ച് സമയം വർത്താനം പറയാ, കുറച്ച് സമയം യൂനോ കളിക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. ഗായ്സ്, അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് അതിന് ഫുഡ് അടിക്കുക, കിടന്നു എന്തൊക്കെ ചെയ്യാം. സോ ഈ യാത്രയിൽ നമുക്കൊരു 2-3 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. भाई आपका नाम? शानू. आपका नाम बोले यार. चंगा इंट्रोवर्ट है, भयंकर नालो बोलो. आपका नाम क्या है? गुलसीर. क्या खाता है? ഇതെന്താ സാധനം എന്താ? അത് മറ്റേ കടലക്കറി, പിന്നെ മറ്റേ ഓയില് ഫ്രൈ ചെയ്ത ചപ്പാത്തി, അടിപൊളി സമോസ ഉണ്ട്, സമൂസയില് ഗ്രേവി, സവാള. അടിപൊളിയായിട്ട് മലയാളം പറയും. അടിപൊളിയായിട്ട്. എത്ര ഏത്തപ്പഴമുണ്ട്, പിന്നെ ഒരു കേക്ക് ഉണ്ട്. അത് ആരെയാന്ന് കഴിക്കാം? ആരാന്ന് നമ്മുടെ ഒരു കൂട്ടുകാർ കിട്ടി, നമ്മുടെ ഫ്രണ്ട്സ്. അതാണ് തന്നെ. आपका नाम बता दो. कैमरामैन नहीं बात करता है. कैमरामैन की സംസാരിക്കൂല. ഇർഷാദ്. അച്ഛാ, കാവോ. സോ ഈ ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതോ മധ്യപ്രദേശിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ, ഉത്തർപ്രദേശിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് രാത്രി ഭക്ഷണത്തിൻ്റെ ഇതിലേക്ക് കടക്കാം. സോ ഹർഷീസിൻ്റെ സ്പ്രെഡ് കൊക്കെ ഉണ്ട്. ന്യൂട്ടല വാങ്ങാനാണ് പറഞ്ഞത്, ഉമ്മ മാറ്റി വാങ്ങി. പക്ഷേ പ്രശ്നമില്ല, ഇത് വെറൈറ്റി ആണ്. പിന്നെ പീനട്ട് ബട്ടർ ഉണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ബ്രെഡ് ഉണ്ട്, പീനട്ട് ബട്ടർ ഉണ്ട്. ഇതെല്ലാം കൂട്ടി പെരുക്കി കഴിക്കുക. എന്താവുന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ ആദ്യം ശ്രീനാഥിന് വേണ്ടിയിട്ട് ചപ്പാത്തിയിൽ പീനട്ട് ബട്ടർ ചപ്പാത്തി എടുക്കുക. പീനട്ട് ബട്ടർ അല്ല, മറ്റേ സാധനം. ഇതാ ടേസ്റ്റ്. ഓ ഗൈസ്, ഇതാ ഇങ്ങനെ എടുക്കുക, പെരക്കുക. മൊത്തത്തിൽ പെരക്കട്ടെ. റൊട്ടി ആൻഡ് ന്യൂട്ടല. ഞാൻ റൊട്ടി എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തും പ്രിയപ്പെട്ട സഹപാഠിയുമായ സഭ കൊണ്ട റൊട്ടി നമ്മൾ മാറ്റി. നമ്മളോട് കളി അല്ലേട്ടാ, അവ തന്നെയാ. സത്യം പറഞ്ഞ ട്രെയിനിലെ യാത്രയിലെ ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. ഫുഡായാലും ടൈമിംഗ് ആയാലും, പിന്നെ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്ന ഓരോ ആൾക്കാർ. ഞാനിപ്പോൾ കുറേ ഹിന്ദിക്കാർ സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു, ട്രിവാൻഡ്രത്തുള്ള ആളെ പരിചയപ്പെട്ടു, മലപ്പുറത്തുള്ള ആളെ പരിചയപ്പെട്ടു. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ആദ്യം കയറിയപ്പോൾ ഒരു ചടപ്പുണ്ടായി, പക്ഷെ ഇപ്പം കുറച്ച് ഓക്കെ സെറ്റാ. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കടന്നു തുടങ്ങുക. രാവിലെ 6 മണിയാകുമ്പോൾ